തനൂസ് കിച്ചണിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചക്കപ്പൊരിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നല്ല മധുരമുള്ള വരിക്കച്ചക്ക അതിൻ്റെ കുരുവും ചവണിയൊക്കെ കളഞ്ഞ് ഒരു ചുള 2 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വരിക്കച്ചക്ക വേണം നമ്മൾ ചക്കപ്പൊരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി, എങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ചക്കപ്പൊരിക്ക്. സാധാരണ പഴംപൊരി തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ് അതിൻ്റെ ബാറ്ററും. അപ്പോൾ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെസിപ്പി ഷെയർ ചെയ്യുന്നത്. മൈദപ്പൊടി കൊണ്ടും ഗോതമ്പ് പൊടി കൊണ്ടും തയ്യാറാക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദപ്പൊടിയും 1/2 കപ്പ് അരിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ റവ ചേർക്കുന്നുണ്ട്, അതൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതൊരു കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളത്. അത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ചായിട്ട് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത്. വെള്ളം കുറച്ചായിട്ട് ഒഴിച്ച് അതിൻ്റെ ബാറ്റർ തയ്യാറാക്കി എടുക്കണം. ഒരു ഇഡ്ഡലി ബാറ്ററിൻ്റെ പരുവത്തിൽ വേണം ആവാനായിട്ട്. ഒരുപാട് വെള്ളം കൂടിപ്പോവാനും പാടില്ല, കുറയാനും പാടില്ല. അപ്പോൾ ഒരു ഫോർക്ക് കൊണ്ട് മിക്സ് ചെയ്താൽ അതിലെ കട്ടകളൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. അപ്പോൾ ഇതുപോലെ ബാറ്റർ നമുക്ക് തയ്യാറാക്കി വെക്കാം. അതിനുശേഷം ഓയിൽ ചൂടാക്കിയെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഓയിൽ ചൂടായോ എന്ന് അറിയാനായിട്ട് അതിലേക്ക് കുറച്ച് ബാറ്റർ ഒന്ന് ഇട്ട് കൊടുക്കുമ്പോൾ അത് മുകളിലേക്ക് ഇതുപോലെ പൊന്തി വരികയാണെങ്കിൽ അതിനർത്ഥം നമ്മുടെ ഓയിൽ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി റെഡിയായി എന്നാണ്. ഇനി ഓരോ ചക്കച്ചുളയായിട്ട് ഈ ബാറ്ററിലേക്ക് മുക്കിയതിന് ശേഷം നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. സാധാരണ പഴംപൊരി തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും ഈ ചക്കപ്പൊരി തയ്യാറാക്കി നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു വശം നന്നായിട്ട് മൂത്തതിന് ശേഷം മറുവശം കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് തീ കൂട്ടിയൊന്നും വെക്കരുത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഇപ്പോൾ 2 വശവും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. അപ്പോൾ ചക്കപ്പൊരി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകൂടി വേണം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക്